ഉണങ്ങിയ സാധനമാണെങ്കിൽ ഒരൊറ്റ അതിൽ മാത്രം ഒരു കത്തിക്കലിനത് കത്തും. പൈൻ മരത്തിൻ്റെ കായക്ക് ഇങ്ങനെ ഒരു പവറുണ്ട്. അത് വാക്സിൻ കാരണമല്ലേ? ഒരു വാക്സ് ഉണ്ട് ഇതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു മെഴുക്. നല്ല സ്മെല്ലുമാണ് അതിന്. അതിങ്ങനെ കത്തും. അതിൻ്റെ കൂടെ ചൂടാക്കി വെച്ചതൊക്കെ ബും എന്ന് പറഞ്ഞ് കത്തും. ഇന്നിവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് ഈ ട്രിപ്പിലെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇപ്പം സമയം ഏകദേശം 6:58, 7 മണിയായിട്ടുള്ളൂ കേട്ടോ. ഈ സ്പോട്ട്, ഈ ലാൻഡിൻ്റെ ഓണറാണിത്, ഗംഗൂബ. हमारा फ्रेंड है. Only for eating stone. ഹിമാലയൻ മൊനാലി കഴിക്കുന്ന സാധനം ദേ ഇതേപോലത്തെ വെള്ളക്കല്ലുകളാണ്. I am salt na. Their side and looking. One day comes 2 or 3 person ibex. She is coming with our side. Ibex. Our side na, and that's eating the salt. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സോൾട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഹിമാലയൻ ഐബിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആട് വർഗ്ഗമുണ്ട്. അപ്പോൾ അവർ താഴത്തേക്ക് ഇറങ്ങി വരും. ഈ മലയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പിടിച്ചിറങ്ങി വരും. അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്പേസാണിത്. പിന്നെ ഹിമാലയൻ വൾച്ചർ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മൊനാൽ അങ്ങനെയുള്ള യുണീക്കായിട്ടുള്ള കുറേ जीववर्गങ്ങൾ ഇവിടെയുണ്ട്. बीस के देखने के लिए आइबेक्स के देखने के लिए क्या टाइम आएगा? നവംബർ മാസത്തിലൊക്കെ അത് ശരിയായിരിക്കും. നവംബർ, December, January, February. 4 months എന്തായാലും അവരിവിടെ ഉണ്ടാവും. ഇവരിങ്ങനെ ഈ ഒരു ടൈം പീരീഡിലാണ് ഈ പറഞ്ഞ ഈ ഐബിക്സിൻ്റെ മീറ്റിംഗ് ടൈം. അപ്പോൾ ഇവർ ഈ കാട്ടിൽ നിന്ന്, ഈ മെയ് മാസം ടൈമിലൊക്കെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ, ഇവരുടെ ഉള്ളിൽ തന്നെ നിന്ന് ഇവരുടെ മെയിലിനെ കണ്ടെത്തുന്ന ഇതിലാണ്. മെയിലിനെ ഫീമെയിലല്ല കണ്ടെത്തുക, മെയിലുകൾ തമ്മിൽ മത്സരം വയ്ക്കും. അപ്പോൾ അതിൽ പവർഫുള്ളായിട്ടുള്ള ഐബിക്സ് ഫീമെയിൽ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. തമ്മിൽ ഇടിയായിരിക്കും, നല്ല ഇടിയൊക്കെ ഇടിച്ച് അവസാനം ജയിക്കുന്നതാരാണോ അവരുടെ കൂടെയാണ് ഈ ഫീമെയിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ടൈമാണിത്, മെയ്. ഐ തിങ്ക് ദാറ്റ് ഈസ് റോഡ് വീലർ. is mother na, but crossing is gaddi. Yeah. Every sheep is na, he is around the sheep. Protecting. Bear is coming. Bear is coming na, gaddi is caught. Full fight bear. Okay. Bear, leopard and more animals. Okay. Very fighters. No problem. God, they are very aggressive and crazy. ഓക്കെ. വില്ലേജേഴ്സിൻ്റെ കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ആൺസസ്യങ്ങളെയൊന്നും ബഡ്ഡിങ്ങോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. പോളിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് അവർ ഇത് ചെയ്യുന്നത്. അത് ജസ്റ്റ് ആ ഒരു മെയിൽ സസ്യത്തിൻ്റെ ഫ്ലവറും ആ ഒരു സ്റ്റിക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കവറിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ പൂവിൻ്റെ ഈ ഫീമെയിലിൻ്റെ ഇതിൽ സ്റ്റിക്കിൽ കെട്ടി വയ്ക്കും. അപ്പോൾ അവിടെ ആ ഒരു പോളിനേഷൻ നടക്കും. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്, സോയൽ വില്ലേജിൽ നിന്ന്. ബാഗൻഡിൻ്റെ ഈ പ്രോപ്പർട്ടി ഏകദേശം ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും ഓണാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റും ആളുകളൊക്കെ വന്ന് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയും കാര്യങ്ങളും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നേച്ചർ ലവേഴ്സിന് പറ്റിയൊരു ഇടമാണ്. ഒരുപാട് ബേഡ്സും ലെപ്പേഡ്സും പിന്നെ ബിയേഴ്സും പിന്നെ ഹിമാലയൻ വൾച്ചറൊക്കെ ഇതേ ആ ഭാഗത്താണ്. പറക്കണയൊക്കെ ഞാൻ കുറേ വട്ടം കണ്ടെങ്കിലും അതിനങ്ങനെ അടുത്ത് കിട്ടിയില്ല.
ഇവരുടെ വാർദ്ധക്യത്തെ, അതായത് പല വലിപ്പത്തിലുള്ള വൾച്ചേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇതിൻ്റെ ആ ഒരു 30 വയസ്സൊക്കെ എത്തുന്ന ടൈമിൽ ഇതിൻ്റെ പല്ലും ഇതൊക്കെ ഇതായി തുടങ്ങും അത്ര. ഐ മീൻ കൊക്കും വിരലിലെ ഇതുകളും, അതായത് നഖങ്ങളും ഒക്കെ ഒടിഞ്ഞു തുടങ്ങും. അപ്പോൾ ആ ഒടിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചില പക്ഷികൾ പോയിട്ട് കൊത്തി പൊട്ടിക്കും. പാറക്കല്ലിൻ്റെ മുകളിൽ പോയിരുന്നു, ഭയങ്കര ധൈര്യമുള്ള വൾച്ചേഴ്സ്. അങ്ങനെയുള്ള വൾച്ചേഴ്സ് പിന്നെ അവിടെ നിന്ന് പിന്നെ ഈ കൊക്കും ഈ നഖങ്ങളും വരുമ്പോൾ ഭയങ്കര പെട്ടെന്ന് വേറൊരു ചേഞ്ച് ആവും. മറ്റ് പക്ഷികളൊക്കെ, മറ്റു വൾച്ചേഴ്സൊക്കെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ മരിച്ചു പോവും, ഭക്ഷണം കിട്ടാതെ എവിടെയെങ്കിലുമൊക്കെ കയറിയിരുന്ന്. ഭക്ഷണം പിടിക്കാൻ പറ്റില്ലല്ലോ കൊക്കും നഖങ്ങളും ഒന്നുമില്ലാതെ. അപ്പോൾ ഈ സർവൈവ് ചെയ്യുന്ന ഈ വൾച്ചർ ഭയങ്കര വലിപ്പവും, ഭയങ്കര വലിപ്പം, ഒരാളുടെ വലിപ്പത്തിലായിരിക്കും അതിൻ്റെ ടോട്ടൽ ചിറകിൻ്റെ ടോട്ടൽ നീളം. 6 അടി മേലൊക്കെ ഉയരമല്ല, ടോട്ടൽ 2 ചിറകുകൾ തമ്മിലുള്ള വലിപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലൈഫൊക്കെ കാണുന്ന ഒരു ഗ്രാമമാണിത്. അപ്പോൾ ആഫ്റ്റർ ഒരു 1.5-2 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഗൻഡിലേക്കൊരു നേച്ചർ ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റുന്ന ഒരിടം തന്നെയാണ്. ഓ, വാട്ടർ ലുക്കിംഗ്. He is only drinking rain. Only one drop of one drop. one drop. Only one drop of Oh, na. कौन सा name? His name is local name Pew. Pew. Local name. Pew. ഓക്കെ. പ്യൂ എന്ന് പറഞ്ഞ കിളിയുടെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ കോളാണ് ആ കേൾക്കുന്നത് അല്ലേ? 20 साल से लगाऊंगा भैया, ठीक है? स्टार्ट करो उसका बाद हो सेवारा बगीचड़ू बण केळो रालाणा आये भावळी झुरिय बण केळो रालाणा ओ अपना हिमाचल आसा होरा बोरा बनाना आये भावळी झुरिय बण केळो रालाणा. बस भैया इतना ही आता है ना, ओनली वन रिंगटोन. അച്ഛാ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. നമ്മുടെ ബാഗൻഡ് എന്ന് പറയണ രാഹുൽ ബ്രോൻ്റെയും വിഷ്ണു ബ്രോൻ്റെയും പാച്ചു ബ്രോൻ്റെയും പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നേച്ചറിനെയൊക്കെ കണക്ട് ചെയ്ത് നേച്ചറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അധികം കൂട്ടത്തിനൊന്നും വലിയ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് വന്ന് ചില്ലടിക്കാൻ പറ്റിയൊരു ഗംഭീര സ്ഥലമാണ്. ഓക്കെ, പണിത ടെന്റിന്റെ സാധനം കേട്ടോ അല്ലേ ഓക്സേ? ഫോട്ടോ എടുത്ത അമ്മ ഇരുന്ന സ്ഥലം അവിടെയാണ് അമ്മ ഇരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ആപ്പിൾ സസ്യങ്ങളിലെ പോളിനേഷൻ. അതിങ്ങനെയാണ് ചെയ്യുന്നത്. ആൺസസ്യത്തിൻ്റെ പൂക്കൾ പെൺസസ്യത്തിൽ കെട്ടിവെക്കുന്നു. കണ്ടോ, പവർഫുള്ളാണ് ഇവിടെ ഉള്ള ആളുകൾ. ഇവിടെ ഉള്ളവരല്ല ഇവിടേക്ക് ജോലിക്ക് വരുന്നവരാണ്. നേപ്പാളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഇത് വൈക്കോലൊക്കെ ഇട്ട് വെക്കണ, താഴെ പശുത്തൊഴുത്തും മുകളിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ്. എല്ലാവരെല്ലാം പണിയിലാണ്. ഇതാണ് ആ ഉയർന്ന ജാതിയിലുള്ളവർ ജീവിക്കുന്ന സ്ഥലം. ഇതിലേ പോവാം.
പറ്റും പറ്റും. ഇവിടെ കൂടി പോവാം. ഉണ്ടോ? ഇതാണ് അമ്പലം. അവിടെ കണ്ടോ? ഈ അമ്പലത്തിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ഫൈൻ കൊടുത്തിട്ടുള്ള ആടുകളാണ് ഇതൊക്കെ. കുറേ ഉണ്ട് താഴത്തേക്ക്. അതൊക്കെ ഇടർന്ന് താഴേക്ക് വീണതാ. വന്ന് കയ്യബദ്ധത്തിലൊക്കെ ടച്ച് ചെയ്യും ഇവിടെ വന്ന് ഈ അമ്പലത്തിലൊക്കെ. പക്ഷെ അവിടെ ഒന്നും ടച്ച് ചെയ്യാനേ പാടില്ല. ഈ മരത്തിൻ്റെ മറ്റേ ആ ചെറിയ ചെറിയ നാരുകളാണ് ഇവിടെ പശുവിന് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നേരെ കുളുന്ന് പിന്നെ ഒരു ചെറിയ പർച്ചേസ്. അത് കഴിഞ്ഞിട്ട് ഷിംലയ്ക്ക് പോകാനുള്ള പരിപാടി. ഇറങ്ങി നമ്മൾ താഴത്തുനിന്ന് കറക്റ്റ് മല ഇറങ്ങി താഴെ എത്തി. ഒരു കടയിൽ നിന്ന് നൈസായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാന്നുള്ളൊരു പരിപാടിയിലാണ്. ബസ് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കുളുവിൽ പോയിട്ടാണ് കഴിക്കുന്നത്. കുളു ATM ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലത്തെ പെട്രോൾ പമ്പുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇത് കേട്ടോ, ഇതാണ് ഇനി നമ്മൾ പോകുന്ന ബസ്. ഇനി കുളുവിലേക്കാണ് പോകുന്നത്. കുളു നമ്മൾ പോവാണ്. നമുക്ക് ബസ് കയറി, ബസ് കിട്ടി. നൈസ്. റിവർ റാഫ്റ്റിംഗ്. ലോറിയൊക്കെ കൊണ്ടുവന്നിട്ട് സൈഡിലിട്ടിട്ട് അവിടെ കടയൊക്കെ ഇട്ട് ജീവിക്കുകയാണ് ഇവിടെ ഹിമാചലിൽ. ഇത് കുളു. ഓടിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ നേരെ വണ്ടി പമ്പിൽ കയറ്റി. കണ്ടോ? ഇതാണ് കുളു സിറ്റി. വരുമ്പോഴും ഇവിടുന്ന് ടോക്കൺ എടുത്ത് പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ അത്ര. ഹലോ. അപ്പം നമ്മളിത് കുളുവിൽ ഇറങ്ങി. കുളുവിൽ ബസ് ഇറങ്ങി ഇങ്ങനെ നടക്കാണ്. നമ്മൾ ജലോടി പാസിലേക്കാണ് പോകാൻ നിന്നത്. പക്ഷേ ആ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആ ബസ് മിസ്സായി. അപ്പോൾ അടുത്ത ഏതെങ്കിലും കണക്റ്റിംഗ് ബസ്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിങ്ങനെ നിൽക്കുന്നു. കുളു എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാം നമുക്ക്. എന്നാ നമുക്ക് എന്തെങ്കിലും കഴിക്കവാ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെച്ചൊരു ചട്നിയാണിത്. ഇതാണ് ദാൽ ചാവൽ അല്ലേ? ദാൽ ചാവൽ. അങ്ങനെ കുളുന്ന് ദേ നമ്മൾ ജലോരി പാസിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 മണിക്കാണ് ഇവിടുന്ന് വണ്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജോലറി പാസിലേക്ക് ബസ് കയറി. ഏകദേശം 79 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇതാണ് ജസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ഔട്ട്. നമ്മുടെ ബസ് ഇവിടെ ലോക്കാണ്. കണ്ടോ? ഇതാണ് അവസ്ഥ. ഇത് ജിബി എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ് കേട്ടോ.
ബസ്സൊക്കെ അവിടെ നിർത്തി എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായിട്ടോ 7 മണിയായി. അപ്പോൾ നമ്മൾ ജലോരി പാസ് ഇറങ്ങി. ഇതാണ് ജലോരി പാസ്. നമ്മുടെ ബസ്സിലേക്ക് പോകണം. ആകെ ഒരു മഞ്ഞാണ് അല്ല. യെസ്, ഇതന്നെ നടക്കന്നെ. ഇനി ഫുള്ളിരുട്ടാണല്ലോ. ആ വിളിക്കാം. ഇപ്പം നടന്ന് ഒരു മലയുടെ മുകളിലെത്തി. ഓ, ഇതാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ അവസാനം എത്തിയ സ്പോട്ട്. പറഞ്ഞാലേ